ഞാൻ ഒരാളുടെ വളർച്ചയെ അഭൂതപൂർവമായ ഒരു വളർച്ചയെ ഇങ്ങനെ വളരെ അത്ഭുതത്തോടെ കാണുകയാണ്. അത് വി.ഡി. സതീശൻ എന്നുള്ള ഒരാളുടെ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഉയർത്തി അങ്ങ് പരകോടിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയാണ്. അതിന് കോൺഗ്രസ് എന്ന പാർട്ടി അറിഞ്ഞോ അറിയാതെയോ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും അവസാനം KCയുടെ ബൈറ്റ് വരുമ്പോൾ പോലും അവിടെ ഒരു മെറിറ്റ് ഉയരുന്നത് സ്വാഭാവികമായും വി.ഡി. സതീശനായിരിക്കുമെന്ന് തോന്നുന്നത്. അതൊരു തോൽവി സമ്മതിക്കുന്ന ഒരാളുടെ ഒരു ശരീരഭാഷയാണ് നിലവിൽ KC വേണുഗോപാലിനുള്ളത്. അദ്ദേഹത്തിന് പറയേണ്ടി വരികയാണ്, അദ്ദേഹത്തെ ഇനി ഈ തരത്തിലെങ്കിലും ന്യായീകരിച്ച് കളയാം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ തരത്തിലെങ്കിലും തന്നെ പ്രതിരോധിക്കേണ്ടേ താൻ എന്നുള്ള തരത്തിൽ അദ്ദേഹം KC പക്ഷം ഇന്നില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത്. പക്ഷേ ഗ്രൂപ്പ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കോൺഗ്രസ്സിലെ എല്ലാ കാലത്തുമുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായി അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട്. ആ ഗ്രൂപ്പിനെ നയിക്കാനും ചരട് വലിക്കാനും അദ്ദേഹം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ ഗ്രൂപ്പിനൊന്നും അതീതനല്ലാത്ത ഒരു മനുഷ്യൻ, അത് വി.ഡി. സതീശൻ എന്ന ഒരാൾ, അദ്ദേഹം പ്രതിപക്ഷവും അദ്ദേഹത്തെ പ്രതിപക്ഷ നിരയിലെ, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷം, അന്നത്തെ ഭരണപക്ഷം, അത് LDF, അവർ പ്രതിപക്ഷ നിരയിലെ ഒരു ഒറ്റയാനെന്ന നിലയ്ക്ക് വി.ഡി. സതീശനെ കാണുകയും അദ്ദേഹത്തോട് ആ വിധം പോരടിക്കുകയും ചെയ്തതോടുകൂടി അന്ന് മുതലേ ഈ ഇമേജ് ഇങ്ങനെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വരികയും അതിൽ ഉയർന്നത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുള്ള മാർക്ക് കൊടുക്കലായി ഈ 102 എന്നുള്ള മാർക്ക് മാറുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. MLA-മാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ LDF-ലാണെങ്കിലും മണ്ഡലം നോക്കിയ MLA-മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും അല്ല വോട്ട് ചെയ്തിരിക്കുന്നത്. 13 മന്ത്രിമാർ പോലും തോറ്റ ഒരു സംസ്ഥാനമാണല്ലോ നിലവിൽ നമുക്കിടയിൽ ഉള്ളത്. അപ്പോൾ തീർച്ചയായും ഈ 102 എന്നുള്ള നമ്പർ കൊടുത്തത് പോലും വി.ഡി. സതീശനാണെന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്.